പ്രായഭേദമന്യേ സ്ത്രീകൾ ശബരിമലയിലെത്തുന്നതോടെ അവർക്ക് താമസവും സുരക്ഷയും ടോയ്ലറ്റ് സൗകര്യവും ഉൾപ്പെടെ വർദ്ധിപ്പിക്കാൻ 600 കോടി രൂപയെങ്കിലും സർക്കാരിന് കണ്ടെത്തേണ്ടി വരുമെന്നാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ 10-ന് താഴെയും 50-ന് മുകളിലും പ്രായമുള്ള സ്ത്രീകളാണ് ശബരിമലയിലെത്തുന്നത്. ഇതുൾപ്പെടെ 3 കോടി ഭക്തരാണ് 41 ദിവസത്തെ മണ്ഡലകാലവും നട തുറക്കുന്ന മറ്റ് ദിവസങ്ങളിലും ചേർത്ത് 63 ദിവസത്തിനുള്ളിൽ മലയിലെത്തുന്നത്. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും മലയിലെത്താമെന്ന് വന്നതോടെ തീർത്ഥാടകരുടെ എണ്ണം ഇരട്ടിയോളം വർദ്ധിക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിവർഷം 6 കോടിയോളം ഭക്തർ ശബരിമലയിലെത്തും. ഇവരെ എല്ലാം ഉൾക്കൊള്ളാനുള്ള സൗകര്യം ഒരുക്കുകയാണ് സർക്കാരിന് മുന്നിലുള്ള അടുത്ത വെല്ലുവിളി. നിലവിലെ ഭക്തർക്ക് പോലും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ വെല്ലുവിളി നേരിടുന്നുണ്ട്. ശബരിമലയിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് 2012-ൽ സർക്കാർ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാന് 625 കോടിയാണ് ചിലവ് വകയിരുത്തിയത്. എന്നാൽ വനഭൂമി വിട്ടുകിട്ടുന്നതിനുള്ള പ്രയാസം കാരണം മാസ്റ്റർ പ്ലാൻ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇനി അധിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി അത് പരിഷ്കരിക്കേണ്ടി വരും. പ്രതിദിനം 50,000-നും 1,00,000-നും ഇടയിൽ സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ശൗചാലയങ്ങൾ, താമസ സൗകര്യങ്ങൾ, സന്നിധാനത്ത് സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക ക്യൂ സംവിധാനം, 18-ാം പടിക്ക് പുറത്ത് പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ, നിലവിലെ സുരക്ഷാ ജീവനക്കാരുടെ അത്രയും സ്ത്രീ സുരക്ഷാ ജീവനക്കാർ, അവർക്കെല്ലാം താമസ സൗകര്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഒരുക്കണം. കൂടാതെ കൂടുതൽ സൗകര്യങ്ങൾ കാനനപാതയിലും പമ്പ മുതൽ സന്നിധാനം വരെയുള്ള ഭാഗത്തും ഏർപ്പെടുത്തേണ്ടി വരും. ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കാൻ 600 കോടിയിലേറെ ആവശ്യമായി വരുമെന്നാണ് വിലയിരുത്തൽ. ഈ മണ്ഡലകാലത്ത് സ്ത്രീകൾ മല ചവിട്ടുന്നത് താൽക്കാലികമായെങ്കിലും ഒഴിവാക്കാനുള്ള ശ്രമം സർക്കാർ തലത്തിൽ ആലോചിക്കുന്നുവെന്നാണ് സൂചന. ഇക്കാര്യം സുപ്രീം കോടതിയെ ബോധിപ്പിച്ചാകും അനുമതി നേടിയെടുക്കുക. അടുത്ത മണ്ഡലം സീസൺ മുതൽ സ്ത്രീ പ്രവേശനം അനുവദിക്കാനും അതിനു മുൻപ് സൗകര്യങ്ങൾ ഒരുക്കാനുമാണ് ആലോചിക്കുന്നത്. പണം കണ്ടെത്തുന്നതിനൊപ്പം സർക്കാരിനെ അലട്ടുന്ന പ്രശ്നം വികസനത്തിന് ശബരിമലയിൽ ഭൂമി കണ്ടെത്തുകയാണ്. നിലവിൽ ശബരിമലയിൽ 12.6 ഹെക്ടറും നിലയ്ക്കൽ പമ്പ മേഖലകളിൽ 110.5 ഹെക്ടർ ഭൂമിയുമാണ് ശബരിമല ദേവസ്ഥാനത്തിനുള്ളത്. സ്ത്രീകൾക്കായി പുതിയ സൗകര്യവും മാസ്റ്റർ പ്ലാനും അതിനനുസരിച്ച് വിപുലീകരിക്കുകയും ചെയ്താൽ ചുരുങ്ങിയത് 40 ഹെക്ടർ ഭൂമി കൂടി വിട്ടുകൊടുക്കേണ്ടി വരുമെന്നാണ് സർക്കാരിന്റെ കണക്ക്. എന്നാൽ അതിന് അനുമതി കിട്ടുമോ എന്നാണ് അറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.